ഇങ്ങനെ അസ്തമിക്കും. ഓരോ ഡേറ്റ് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും ഡേറ്റ് ആ സമയം കഴിയുമ്പോൾ പിന്നെ അസ്തമിക്കുകയാണ്. എന്താ ചെയ്യാമെന്നും വലിയ പ്രതീക്ഷയിലായിരുന്നു ഇന്ന്. കാരണം നമ്മൾ ആവശ്യപ്പെട്ട രേഖകളൊക്കെ കൈമാറിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നിരാശയായി പോയി. അതെ അതെ അതെ, എന്ത് ചെയ്യാൻ പറ്റും? വെയിറ്റ് ചെയ്യാം, വേറെ നിവൃത്തിയില്ലല്ലോ. ഇനി കാത്തിരിക്കണം കുറച്ച് ദിവസം കൂടി. ഇൻഷാ അല്ലാഹ് വെയിറ്റ് ചെയ്യാം. അനുജ, ഇന്ന് വലിയ പ്രതീക്ഷയിലായിരുന്നു കുടുംബം, പക്ഷേ സാങ്കേതിക കാരണങ്ങളാൽ ഇന്നും മാറ്റിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. അത് റഹീമിൻ്റെ കേസ് മാത്രമല്ല, ആ കോടതി പരിഗണിക്കേണ്ട മുഴുവൻ കേസുകളും ഇന്ന് മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് അവിടുത്തെ കോടതിയിലെ സാങ്കേതിക പ്രശ്നങ്ങളാണ്. റഹീമുമായി ബന്ധപ്പെട്ട കേസല്ല, മുഴുവൻ കേസുകളും മാറ്റി വെച്ചിരിക്കുന്നു. ഇനി പുതിയ തീയതി കോടതിയിൽ നിന്ന് തന്നെയാണ് ലഭ്യമാക്കേണ്ടത്. അത് അല്പസമയത്തിനുള്ളിൽ, പുതിയ ഡേറ്റ് എന്നാണെന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ ലഭ്യമാവുമെന്നാണ് നിയമസഹായ സമിതി അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. 4 ദിവസം മുമ്പായിരുന്നു കേസ് പരിഗണിച്ചത്. പക്ഷേ വേഗം തന്നെ ഇന്ന് മറ്റൊരു ഡേറ്റ് കിട്ടി. അങ്ങനെ ഇന്ന് കേസ് പരിഗണിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ന് കേസ് പരിഗണിച്ചപ്പോഴാണ് റഹീമിൻ്റെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നല്ല, പക്ഷേ അവിടുത്തെ സാങ്കേതികമായ കോടതിയിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ മൂലം ഈ കേസ് മാറ്റിവെക്കേണ്ടി വന്നത്. ഇപ്പോൾ ജലീൽ കണ്ണമംഗലം കൂടി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജലീൽ, വീണ്ടും തടസ്സമാണ്, സാങ്കേതിക കാരണങ്ങളാണ്. പക്ഷെ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതുപോലെയുള്ള സാങ്കേതിക കാരണമല്ല. ഇത്തവണ കോടതിയുടെ ഭാഗത്ത് ഉള്ള എന്തോ തടസ്സങ്ങൾ, അതുകൊണ്ട് എല്ലാ സിറ്റിംഗും ഇന്നത്തേത് മാറ്റിവെച്ചിരിക്കുന്നു എന്നത്. അനുജ, കഴിഞ്ഞ നവംബർ 17 ഡിസംബർ 8 എന്താണോ സംഭവിച്ചത് അത് തന്നെ ഇന്നും സംഭവിച്ചിരിക്കുന്നു. അബ്ദുറഹീമിന്റെ കേസ് വീണ്ടും കോടതി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് ഈ നിയമസഹായ സമിതി പറയുന്ന കാരണം സാങ്കേതിക പ്രശ്നങ്ങൾ ആണ് എന്നാണ്. അതായത് കോടതി ഈ അബ്ദുറഹീമിന്റെ കേസ് മാത്രം അല്ല, കോടതിയിൽ ഇന്ന് പരിഗണിക്കേണ്ട എല്ലാ കേസുകളും മാറ്റിവെച്ചു എന്നാണ് നിയമസഹായ സമിതി അറിയിക്കുന്നത്. അത് കമ്പ്യൂട്ടറിലോ മറ്റോ എന്തെങ്കിലും സാങ്കേതിക ഓൺലൈനായിട്ടാണ് ഇപ്പോൾ ഈ കോടതി ചേരുന്നത്, പ്രതികൾ ഹാജരാകുന്നതൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കോടതിക്ക് ഈ കേസ് പരിഗണിക്കാൻ നിവൃത്തിയില്ല. അതാണ് കാരണമായിട്ട് ഇന്ന് പറയുന്നത്. ഈ മറ്റെന്തെങ്കിലും രേഖകൾ ഹാജരാക്കാനുണ്ടോ, പബ്ലിക് ഓഫൻസുമായി ബന്ധപ്പെട്ട കേസ് എന്തെങ്കിലും തീരാൻ ബാക്കിയുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയില്ല. ഏതായാലും സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇപ്പോൾ കേസ് ഇന്ന് പരിഗണിക്കാതിരിക്കാനുള്ള കാരണം എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ജലീൽ, ഇപ്പോൾ ഇന്ന് പരിഗണിക്കേണ്ട കേസുകളൊക്കെ ഇനി എന്ന് പരിഗണിക്കും എന്നത് അറിയിക്കുന്നുണ്ടോ കോടതിയിൽ നിന്ന്, ജലീലിന്റെ കേസ് ഉൾപ്പെടെ? അല്ല, റഹീമിന്റെ കേസ് ഉൾപ്പെടെ തീർച്ചയായിട്ടും ഉടൻ തന്നെ പരിഗണിക്കും. ഇനി അടുത്ത തീയതി എന്നാണ് കേസ് പരിഗണിക്കുന്നത് എന്ന കാര്യം അബ്ദുറഹീമിന്റെ അഭിഭാഷകന് മെസ്സേജ് ആയിട്ട് കോടതി അയക്കുകയാണ് ചെയ്യുക. അത് അറിഞ്ഞിട്ടില്ല. സാധാരണ രീതിയിൽ 1 മണിക്കൂർ മുതൽ 2-3 മണിക്കൂറിനകം ഇത്തരം മെസ്സേജുകൾ വരാറുണ്ട്. കഴിഞ്ഞ തവണ അങ്ങനെയാണ് ഉണ്ടായത്. ഉടൻ തന്നെ ഒരു പുതിയ തീയതി അറിയിച്ചുകൊണ്ടുള്ള മെസ്സേജ് കോടതിയിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അനുജ. ശരി, റഹീമിന്റെ കേസ് അത് ഇപ്പോൾ വീണ്ടും ഇന്ന് സാങ്കേതിക കാരണങ്ങളെ തുടർന്ന് പരിഗണിക്കുന്നില്ല. ഒരു കേസും ഇന്ന് കോടതി പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ആ കാത്തിരിപ്പ് നീളുകയാണ്. കുടുംബത്തെ സംബന്ധിച്ച് നിരാശയാണ്. അവരുടെ പ്രതികരണം അല്പസമയം മുമ്പ് നമ്മൾ കണ്ടു. കഴിഞ്ഞ ഏതാനും തവണകളായി തുടരുന്ന നിരാശ, അത് ഇന്നും വീണ്ടും നിരാശയിൽ തന്നെ അവസാനിച്ചിരിക്കുന്നു. ഇനി എന്നാകും ഈ കേസ് പരിഗണിക്കുന്നത് എന്നതിൻ്റെ അറിയിപ്പ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടില്ല.